ഈയിടെ അമേരിക്കയിലും അതുപോലെ ലോകരാജ്യങ്ങളിലൊക്കെ വിവാദമായിട്ടുള്ള ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ്റെ അപ്പോയിൻമെൻറ്റ് ഫയലുകൾ, അതായത് ആരാണ് ഈ എഡ്വേർഡ് എപ്സ്റ്റീൻ എന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. അമേരിക്കയിൽ നേരത്തെ ഒരു ഡെൽറ്റൺ സ്കൂളിൻ്റെ ടീച്ചറായിട്ട് ജോലിക്ക് ചേരുകയും ആ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഒരു ബാങ്കറായിട്ട് ഫൈനാൻസറായിട്ട് പുറത്തു വരികയും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്ത, എന്നാൽ അതോടൊപ്പം തന്നെ ചൈൽഡ് സെക്സ്, ചെറിയ പെൺകുട്ടികളെ സെക്സിന് വിധേയമാക്കി ബലാത്സംഗം ചെയ്തു എന്നൊക്കെ കേസുകൾ ചുമത്തപ്പെട്ടിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീൻ, ആ എപ്സ്റ്റീൻ ഈയിടെ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നത് ദുരൂഹമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു. എന്നാൽ ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള കഥകളുണ്ട്. അദ്ദേഹം മൊസാദ് ചാരനായിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെയും അമേരിക്കയുടെയും ചാരപ്പണി ഒരേ സമയത്ത് എടുത്തിരുന്ന ആളാണെന്നും ഇന്ത്യയെ അഥവാ മോഡിയെ ഇസ്രായേലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നതും ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി മോഡി വാഴ്ത്തപ്പെട്ടതുമൊക്കെ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ പ്രവർത്തന ഫലമായിരുന്നു എന്നും രേഖകൾ പുറത്തു വരികയുണ്ടായി. എന്നാൽ എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ പേരും ഉണ്ട് എന്ന അഭ്യൂഹം പരന്നിരിക്കുകയാണ്. അഭ്യൂഹം മാത്രമല്ല, മോഡിയുടെ ഏറ്റവും അടുത്ത വ്യക്തിയായ മുൻ കേന്ദ്ര ഭവന നിർമ്മാണ മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് പുരിയുടെ പേര് അതിലുണ്ട് എന്ന് തീർച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹർദീപ് പുരി വിവാഹം ചെയ്തിട്ടില്ല, കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് നയിച്ചിരുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ. ഇവർ പലതരം ലൈംഗിക അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നതിൻ്റെ ഫോട്ടോ എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ട് എന്നും പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.